ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസം അനുവദിക്കുന്ന റെസിഡൻസ് വിസ നേടി നർത്തകി മേതിലി ദേവിക. ആഗോളതലത്തിലുള്ള പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കി ഗ്ലോബൽ ടാലന്റ് വിഭാഗത്തിലാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മേതിലി ദേവിക്ക് പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസ് അനുവദിച്ചു നൽകിയത്. ഇതോടെ താനും മകനും ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസിക്കാനുള്ള അർഹത നേടിയിരിക്കുകയാണെന്ന് ഈ വിവരം ആരാധകരെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മേതിലി ദേവിക സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗ്ലോബൽ ടാലന്റ് വിഭാഗത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എനിക്ക് പെർമനന്റ് സ്റ്റാറ്റസ് അനുവദിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആഗോളതലത്തിൽ ഒരാളുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം എന്ന നിലയിൽ മികച്ച പ്രതിഭാ വിഭാഗത്തിലാണ് നേടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ പ്രിവിലേജ്ഡ് വിസ എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനും എൻ്റെ മകനും ഓസ്ട്രേലിയയിലെ സ്ഥിരതാമസക്കാരാകാനുള്ള അർഹത നേടിയിരിക്കുകയാണ്, മേതിലി ദേവിക കുറിച്ചു. അതേസമയം വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന കഥ ഇന്നുവരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മേതിലി ദേവിക. നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുൻപ് അവസരങ്ങൾ നിരസിച്ചിരുന്നത്. മേതിലി ദേവിക 1.5 വർഷത്തോളം വിഷ്ണു മോഹൻ ഈ കഥയുമായി പിന്നാലെ നടന്നതോടെ അഭിനയിക്കാൻ സമ്മതിക്കുകയായിരുന്നു. ബിജുമേനോൻ നായകൻ എന്ന ചിത്രത്തിൽ നിഖില വിമൽ, അനുശ്രീ, അനുമോഹൻ, ഹാക്കിം, ഷാജഹാൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സെപ്റ്റംബർ 20 ചിത്രം തിയേറ്ററുകളിലെത്തും. മേതിലി ദേവിക ഈ അടുത്ത കാലത്ത് മുകേഷിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഒരുപാട് ട്രോളുകളും അതിന് ഉണ്ടായി. അതായത് മുകേഷുമായിട്ടുള്ള ബന്ധം പിരിച്ചെങ്കിലും മുകേഷ് ഇവിടെ ഇവരുടെ വീടിന്റെ താഴത്തെ നിലയിൽ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഒരു അഭിമുഖത്തിൽ എന്തോ പറഞ്ഞിരുന്നു. അത് ഭയങ്കരമായിട്ട് ട്രോളായി. എന്തിനാണ് മുകേഷ് താഴത്തെ നിലയിൽ വരുന്നത്, കുറച്ച് താമസിക്കാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര വൃത്തിയായിട്ട കമന്റുകളാണ് അതിനൊക്കെ വന്നിരിക്കുന്നത്. മോശമായ കമന്റുകളാണ്.